ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ് ചിഞ്ചു. റെഡി ഫുഡ് റെഡി ബാ. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു. നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് ഇത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുമേൽ കുറവൊന്നും കാണുന്നില്ലല്ലോ. പുളിശ്ശേരി ഗംഭീരമായിട്ട് തുടങ്ങിയെങ്കിലും സാമ്പാറിലേക്ക് എത്തിയപ്പോൾ സംഭവത്തിന്റെ രൂപം മാറി തുടങ്ങി. അത്രയല്ലേ കാശ് വാങ്ങുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പോരെ എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ഈ ഊണുകൾ കാണുമ്പോൾ എയർലൈനുകളെയാണ് ഓർമ്മ വരുന്നത്. என்னையா சாப்பாடு இது? ரைஸ் நன்னவே இல்லையே. சாம்பார்ங்கிற பேர்ல மஞ்சள் தண்ணி, ரசம்ங்கிற பேர்ல கோமியம். எனி ப்ராப்ளம்? മീൽ ശരിയില്ലെങ്കിലാണ് സാർ. കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. ഡിപ്രഷൻ വരും. അയ്യോ, എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുന്നതെന്ന്. പക്ഷെ വേറെ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവുന്നു. അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ പോയപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ഇതുപോലൊരു ഊണുകടയിൽ നിന്നും ഞാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. നിങ്ങളോ? താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിസിനസ് ഒക്കെ എങ്ങനെ? ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ദിസ് ഇസ് മീ ജിജെ. നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. ബഹളം ഉണ്ടാക്കരുത്, ഇതിപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുവാ. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം. പൈസയുടെ ആർത്തിയിൽ അവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. ജോണേ, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാ. ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല. പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ. ഐറ്റംസ് കണ്ടുപിടി. ഇതിന് ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് കിടക്കുന്നവൻ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ? ആഹാ, കയ്യിലുള്ള കാശ് നിന്നിട്ട് പാറ്റയും പൂച്ചയും ഇടം വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഒന്ന് പോടാ കൊച്ചനെ, കളരി പലതും കണ്ടവനായി വെണ്ടർ. വേറെ വല്ല നമ്പർ കൊണ്ട് ഇറക്കി വിട്. കിടപ്പാടം പോവോ വർക്കി? സാധ്യത ഇല്ലാതല്ല. അപ്പുറത്ത് നോക്കിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? അതുകൊണ്ട് നല്ല ഇടി അങ്ങനെ കൊടുത്തില്ലേ? ഇങ്ങോട്ട് കിട്ടിയില്ലേ എനിക്ക്? ആരും അറിയണ്ട.